ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ അടുത്തിടെ പടർന്നു പിടിച്ച നിഗൂഢമായ പനിയിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസം 21-ന് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പോളോക്വാനെ നഗരത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. കോങ്കോയിൽ പനിമൂലം ഇതിനകം മരണപ്പെട്ടത് 53 പേരാണ്. 500ഓളം പേർ പനിബാധിതർ ആണെന്നുള്ള റിപ്പോർട്ടാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് രാജ്യത്തെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി മുതൽ പനി, ഛർദി, വയറിളക്കം, പേശിവേദന, തലവേദന, ക്ഷീണം എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന 431 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ ഓഫീസ് അറിയിച്ചു. ഇക്വാട്ടർ പ്രവിശ്യയിലെ 2 വ്യത്യസ്ത ഗ്രാമങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടതായി കരുതപ്പെടുന്ന ഈ രോഗത്തിന്റെ മരണനിരക്ക് 12.3% ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഈ രോഗത്തിന്റെ കൃത്യമായ കാരണം അജ്ഞാതമായി തുടരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. കോങ്കോ ഹെമറാജിക് ഫീവർ എന്ന് ലോകാരോഗ്യ സംഘടന വിളിക്കുന്ന വൈറസ് ഗുരുതരമായ വൈറൽ ഹെമറാജിക് ഫീവർ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ചില ചെള്ളുകളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ആളുകളിലേക്ക് ഈ വൈറസ് പകരുന്നു. രോഗം ബാധിച്ച വ്യക്തികളുടെ രക്തം, സ്രവങ്ങൾ, അവയവങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശരീരസ്രവങ്ങൾ എന്നിവയുമായി അടുത്തിടപഴകുന്നതിന്റെ ഫലമായി മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും വാക്സിൻ ലഭ്യമല്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.